പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ കുറച്ച് ദിവസം മുമ്പ് കാർത്തി വീട്ടിൽ വന്നിരുന്നു. എന്നിട്ട് പറഞ്ഞു മോനെയും കൊണ്ട് വരണം, ബ്രേക്ക്ഫാസ്റ്റ് അവരുടെ വീട്ടിൽ വെച്ചിട്ടാണ് സൺഡേ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ എന്തായാലും വന്നേക്കാം എന്ന് പറഞ്ഞു. അങ്ങനെ പോയതാണ് കാർത്തിയുടെ വീട്ടിലേക്ക്. അപ്പോൾ വർഷത്തിലൊരു ദിവസം ഇതുപോലെ തന്നെ കുട്ടികളെ വിളിച്ച് പാലും അവലും നനച്ചതും ഒക്കെ കൊടുക്കാറുണ്ട് കേട്ടോ. പണ്ട് തൊട്ടേ ഉള്ളൊരു ചടങ്ങാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഇത് വിളിച്ചിരിക്കുന്നത്. അപ്പോൾ ജിക്കിയും കുട്ടികളും ഉണ്ടായിരുന്നു. ഞങ്ങൾ എത്തിയപ്പോൾ ചെറുതായിട്ട് വൈകി. ജിക്കിയൊക്കെ നേരത്തെ തന്നെ എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് ഇഡ്ഡലിയും ചട്നിയും സാമ്പാറും പിന്നെ ഈ ഒരു ചേന വെച്ചിട്ടുള്ള ഒരു അച്ചാറുമായിരുന്നു കേട്ടോ. അപ്പോൾ കുട്ടികളെയൊക്കെ വിളിച്ചിരുത്തിയിട്ട് പൊട്ടൊക്കെ തൊട്ട് അവർക്ക് കുറച്ച് ഗിഫ്റ്റൊക്കെ കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ ചടങ്ങിൻ്റെ ഭാഗമായിട്ട് തന്നെ ചെയ്യുന്നതാണ്. ഇതെങ്ങനെയാണ് ചെയ്യുന്നത്, എന്തിനാണ് ചെയ്യുന്നതെന്നുള്ളതിൻ്റെ ഡീറ്റെയിൽസിലോട്ടൊന്നും ഞാൻ പോകുന്നില്ല. കാരണം ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെങ്കിലും തെറ്റ് ഉണ്ടാകും. അതുകൊണ്ട് കൂടുതൽ വിശദമായിട്ട് പറയാനുള്ള ആരെങ്കിലും കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ പിന്നെ ഒരു ദിവസം ചെയ്യാം. അപ്പം ഞാൻ എന്താണെങ്കിലും ഇതിനെക്കുറിച്ച് കൂടുതൽ പറയുന്നില്ല. അപ്പോൾ ഇങ്ങനെ ഗിഫ്റ്റൊക്കെ കൊടുത്തു. ഒരു ഗ്ലാസ്, പിന്നെ പേന, പെൻസില് അങ്ങനെയൊക്കെയാണ് കേട്ടോ കൊടുത്തത്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് കൊണ്ടുപോകാനായിട്ട് അവൽ പാക്ക് ചെയ്യാണ് കാർത്തി. ഇത് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് ഒരു സ്ഥലത്തും കൂടി പോകാനുണ്ട്. അപ്പോൾ കാർത്തിയും ഞാനും പിന്നെ കണ്ണനും ശിവുവും കൂടിയാണ് പോയത്. ഇത് തമ്മനത്ത് തന്നെയുള്ള ഒരു ദേവിയുടെ അമ്പലമാണ്. അവിടെ സദ്യയായിരുന്നു കേട്ടോ ആ അമ്പലത്തിൽ. അപ്പോൾ നല്ല സദ്യയായിരുന്നു. ഫ്രൂട്ട് സാലഡൊക്കെ ഉണ്ടായിരുന്നു. നല്ല അടിപൊളി സദ്യയായിരുന്നു. അപ്പോൾ കുട്ടികളെ ഇരുത്തി ഫുഡ് കഴിപ്പിച്ചിട്ട് പാരൻസിനും ഇരിക്കാൻ കൂടെ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു. ശ്രീകൃഷ്ണ ജയന്തിയുടെ ദിവസം തന്നെയാണ് ഇതൊക്കെ ഉണ്ടായിരുന്നത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ പോയി കുട്ടികളെ ഉറക്കിയിട്ട് വൈകിട്ട് ശ്രീകൃഷ്ണൻ്റെ വേഷവും കെട്ടിച്ച് ഉറിയടിക്ക് കൊണ്ടുപോയി. അപ്പോൾ അതിൻ്റെ വിശേഷമൊക്കെ കാണാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ഉടനെ തന്നെ ശ്രീകൃഷ്ണ ജയന്തിയുടെ ബാക്കി വീഡിയോസും കൂടി വരുന്നതായിരിക്കും. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ.